വീട്ടിൽ വൈദ്യുതിയില്ലാത്ത അവസരങ്ങളിൽ ഇലക്ട്രിക് കാറായ ലീഫിനെ ആശ്രയിക്കാമെന്ന് ജപ്പാനീസ് നിർമ്മാതാക്കളായ നിസാൻ. അടിയന്തര സാഹചര്യത്തിൽ വീട്ടിലേക്ക് 4 ദിവസം വരെയെങ്കിലും വൈദ്യുതി നൽകാൻ കാറിന് സാധിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇത് തെളിയിക്കുന്ന സംഭവവും നിസാന്റെ സീനിയർ മാനേജർ യുസുകെ ഹയാഷി പങ്കുവച്ചു. ആദ്യ തലമുറ ലീഫ് പുറത്തെത്തി 3 മാസത്തിനുള്ളിൽ 2011 മാർച്ചിലാണ് ജപ്പാന്റെ വടക്ക് കിഴക്കൻ തീരത്ത് ഭൂചലനവും തുടർന്ന് സുനാമി സൃഷ്ടിച്ച തിരകളും ആഞ്ഞടിച്ചത്. ഇതോടെ 48 ലക്ഷത്തോളം കുടുംബങ്ങളിലേക്കുള്ള വൈദ്യുതി വിതരണമാണ് മുടങ്ങിയത്. ആ ഘട്ടത്തിൽ പ്രകൃതിക്ഷോഭം നേരിട്ട മേഖലകളിൽ വൈദ്യുതി ഉറപ്പാക്കാനായി 66 ലീഫാണ് കമ്പനി ലഭ്യമാക്കിയതെന്നും അദ്ദേഹം വിശദീകരിച്ചു. വാഹനത്തിലെ വൈദ്യുതി ഏതാവശ്യത്തിനു ഉപയോഗിക്കാവുന്ന വിധത്തിലുള്ള വെഹിക്കിൾ ടു എവറിത്തിങ് എന്ന സാങ്കേതിക വിദ്യയാണ് നിസാൻ ലീഫിലുള്ളത്. അതുകൊണ്ട് തന്നെ ചാർജിംഗ് വേളയിൽ ഗ്രിഡിൽ നിന്ന് വൈദ്യുതി സ്വീകരിക്കുന്നത് പോലെ മറ്റു സമയത്ത് ഗ്രിഡിലേക്ക് വൈദ്യുതി മടക്കി നൽകാനുമാവും. ഈ വൈദ്യുതി വീടുകളിലും ബിസിനസ് ആവശ്യത്തിനും വിവിധ വൈദ്യുത ഉപകരണങ്ങളുടെ പ്രവർത്തനത്തിനുമൊക്കെ പ്രയോജനപ്പെടുത്താനാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. V26 സാങ്കേതിക വിദ്യയുടെ പിൻബലത്തോടെ ലീഫ് E+ലെത്തുന്ന 62 കിലോവാട്ട്സ് ബാറ്ററിക്ക് പൂർണ്ണ ചാർജിൽ ശരാശരി ജപ്പാനീസ് വീട്ടിലെ 4 ദിവസത്തെ വൈദ്യുതി നൽകാനാവും. 6200 സ്മാർട്ട് ഫോണുകൾ പൂർണ്ണമായി ചാർജ് ചെയ്യാനും 43 നിലയുള്ള അപ്പാർട്ട്മെന്റിലെ ഒരു ലിഫ്റ്റിന്റെ 100 യാത്രകൾക്കും ഈ ബാറ്ററിയിലെ ഊർജം പര്യാപ്തമാണെന്നും കമ്പനി അവകാശപ്പെടുന്നു. മാത്രമല്ല, പരമ്പരാഗത ഇന്ധന വിതരണ ശൃംഖലകൾ പുനഃസ്ഥാപിക്കുന്നതിലും വേഗത്തിൽ വൈദ്യുത ബന്ധം തിരിച്ചെത്തുമെന്നതിനാൽ ലീഫ് പോലുള്ള കാറുകളും അതിവേഗം നിരത്തിലിറക്കാനാവുമെന്നാണ് കമ്പനിയുടെ പ്രതീക്ഷ. ഇന്ത്യൻ വാഹന വിപണി ഇലക്ട്രിക് വാഹന യുഗത്തിലേക്ക് ചുവടുവയ്ക്കാൻ ഒരുങ്ങുകയാണ്. ഇലക്ട്രിക് ഹാച്ച്ബാക്കായ ലീഫിനെ ഇന്ത്യൻ നിരത്തിലെത്തിക്കുമെന്ന് ഈ വർഷം ആദ്യം തന്നെ കമ്പനി വ്യക്തമാക്കിയിരുന്നു. ലീഫിന്റെ 2ാം തലമുറ വാഹനമാണ് ഇപ്പോൾ ആഗോള വിപണിയിൽ ഉള്ളത്. ലോകത്ത് ഏറ്റവും കൂടുതൽ വിൽപ്പനയുള്ള ഇലക്ട്രിക് ഹാച്ച്ബാക്ക് മോഡൽ കൂടിയാണ് ലീഫ്. 40 കിലോവാട്ട്സ് ബാറ്ററിയാണ് വാഹനത്തിന് കമ്പനി നൽകിയിരിക്കുന്നത്. 148 PS പവറും 320 Nm ടോർക്കും നൽകുന്നതാണ് ലീഫിലെ ഇലക്ട്രിക് ബാറ്ററി. ഒറ്റ ചാർജിൽ 400 കിലോമീറ്റർ മൈലേജ് വരെ ലഭിക്കുമെന്നതാണ് കമ്പനി അവകാശപ്പെടുന്നത്. 8 മുതൽ 16 മണിക്കൂർ വരെ സമയമെടുക്കും ബാറ്ററി പൂർണ്ണമായും ചാർജ് ആകാൻ. എന്നാൽ വാഹനത്തിനോടൊപ്പം ക്യൂക്ക് ചാർജിംഗ് സംവിധാനവും കമ്പനി നൽകുന്നുണ്ട്. ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനം ഉപയോഗിച്ച് 40 മിനിറ്റിനുള്ളിൽ 80% വരെ ചാർജ് ചെയ്യാൻ സാധിക്കും. വിപണിയിൽ ഏകദേശം 30 മുതൽ 35 ലക്ഷം രൂപ വരെ വാഹനത്തിന് വില പ്രതീക്ഷിക്കാം.